പോലീസിനെതിരെ ആരോപണവുമായി കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ കൊല്ലപ്പെട്ട ഷിബിലയുടെ കുടുംബം ഭർത്താവ് യാസിർ ഷിബിലയെ പലയാവർത്തി ഭീഷണിപ്പെടുത്തിയെന്നും പോലീസിൽ പരാതി നൽകിയിട്ട് നടപടിയുണ്ടായില്ലെന്നും ഷിബിലയുടെ പിതാവ് പറഞ്ഞു. യാസിർ ലഹരിക്കടിമയാണെന്ന് പറഞ്ഞിട്ടും പോലീസ് അന്വേഷിച്ചില്ലെന്നും ഷിബിലയുടെ കുടുംബം ആരോപിച്ചു. നിന്നെ ഒരു ഉപാധിയില്ലാതെ ഇതിന്റെ പേര് പോരുകയാണെങ്കിൽ പോരാ, പോന്നിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ നശിപ്പിക്കുമെന്ന് പലതവണയും ഈ കുടുംബത്തോട് ആക്രോശിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, മറ്റ് പല രീതിയിലും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അപകട ഭീഷണി ഉണ്ട് എന്ന് നമ്മൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അതിൽക്ക് ഒരു ഗൗരവം എടുക്കായ പോലീസിന്റെ ഭാഗത്ത് വന്ന് സാധാരണ ഒരു പെറ്റീഷന്റെ മുകളിൽ വന്ന് വീട്ടിലൊന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ പണ്ടൊക്കെ നമ്മളെ പെറ്റീഷന്റെ മുകളിലുണ്ടായിരുന്നു. ഇത് വാങ്ങി വെച്ചിട്ട് സൗകര്യപ്രദമായ സമയത്തൊന്ന് വിളിക്കുന്നതിനപ്പുറത്ത് വേറെ ഒരു മൂവ്മെന്റും ഇത്തരം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിനകത്ത് പോലീസ് സ്വീകരിക്കാത്തൊരു സമീപനം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വലിയ അപകടമായ രീതിയിലേക്ക് ഈ കേസ് മാറിയിട്ടുള്ളത്. കഴിഞ്ഞ 28-ാം തീയതി സ്റ്റേഷനിൽ പോയി എല്ലാ വിവരങ്ങളും വെച്ച് ഓൻ്റെ ലഹരിൻ്റെ ഉപയോഗങ്ങളും എല്ലാം വെച്ചിട്ട് കറക്റ്റ് എഴുതി അവിടെ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. പിന്നെ ഒരുപാട് തവണ ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരതിനെപ്പറ്റി യാതൊരു നടപടി എടുത്തില്ല. ശരിക്കും അന്ന് എന്തെങ്കിലും ഒരു നടപടി പോലെ കറക്റ്റായിട്ട് എടുത്തിനൊന്നും എൻ്റെ മോളെ പെടുത്തി ജീവനുണ്ടാവാൻ. ഇതിൻ്റെ ശരിക്കും ഇവരുടെ മാതാപിതാക്കളാണ് ഇതിന് ശരിക്കും ഉത്തരവാദി. അവർ ഇതിന് തക്കതായ ഒരു നടപടി പോലും ഇതിനെ എടുത്തിനെങ്കിൽ ഇങ്ങനെ സംഭവിക്കൂലായിരുന്നു. ഞാൻ അവൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഉമ്മനെയും വാപ്പനെയും കൂട്ടി ഒന്ന് വരികയാണെങ്കിൽ നമുക്ക് ഇവിടം വെച്ച് ഇതൊന്ന് പറഞ്ഞ് തീർക്കാൻ. ഓരും വന്നില്ല. പള്ളി കമ്മിറ്റി വിളിച്ചിട്ടും വന്നില്ല, ഞാൻ ഇവിടേക്ക് വിളിച്ചിട്ടും വന്നില്ല. അവർ ഇതിനോന് എത്ര വലിയ ശിക്ഷ കൊടുക്കാൻ പറ്റും അത് കൊടുക്കണം. അഭിജിത്ത് മുഴക്കുന്ന വാർത്തകൾ അഭിജിത്ത്, ഈ പോലീസിൽ നൽകിയ പരാതിയിൽ ഇയാളുടെ ലഹരി ഉപയോഗത്തെപ്പറ്റിയും ഉപദ്രവത്തെപ്പറ്റിയും പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഒരു നിയമ നടപടിയിലേക്കും കേസെടുക്കലിലേക്കും പോവാതിരുന്നത് എന്നാണ് ഈ ഷിബിലയുടെ ദുഃഖിതനായ പിതാവ് പറയുന്നത്. അഭിജിത്ത്, ഹാഷ്മി, യാസിർ ഷിബിലയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുമ്പോൾ ഷിബിലയുടെ മാതാപിതാക്കൾക്കും പരിക്കുപറ്റിയിരുന്നു. അങ്ങനെ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അവർ ഡിസ്ചാർജായി വീട്ടിലെത്തിയത്. നിലവിലിപ്പോൾ ഇവർ താമരശ്ശേരി പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. കാരണം ഈ യാസിറിൻ്റെ ഉപദ്രവത്തെപ്പറ്റി, ഇയാളുടെ ലഹരി ഉപയോഗത്തെപ്പറ്റി കൃത്യമായ പരാതി കഴിഞ്ഞ മാസം 28-ന് തന്നെ ഷിബില പോലീസിന് നൽകിയതാണ്. ഇരുവരെയും, അതായത് ഷിബിലയെയും യാസിറിനെയും പോലീസ് വിളിച്ചു വരുത്തി സംസാരിച്ചതല്ലാതെ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആരോപണം. അന്ന് കൃത്യമായ ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെങ്കിൽ ഷിബില ഇങ്ങനെ കൊല്ലപ്പെടില്ലായിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട്. അന്ന് പോലീസിൽ നിന്ന് ഈ കുടുംബത്തിന് ലഭിച്ചൊരു മറുപടി ഷഹബാസിൻ്റെ കൊലപാതകം നടന്ന സമയമായിരുന്നു. അതിനാൽ തന്നെ പോലീസ് അതുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഇവിടേക്കെത്തി ഒരു പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു മറുപടിയാണ് ഈ കുടുംബത്തിന് പോലീസിൽ നിന്ന് ലഭിച്ചത്. ഒരുപക്ഷെ അന്ന് കൃത്യമായ ഒരു ഇടപെടൽ പോലീസ് നടത്തിയിരുന്നെങ്കിൽ, ഈ വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, ഇയാളുടെ ലഹരി ഇടപാടുകളെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ചെങ്കിൽ ഇങ്ങനെയൊരു ദാരുണമായ സംഭവം നടക്കില്ലായിരുന്നു. ഇത് തന്നെയാണ് കുടുംബം പറയുന്നത്. മറ്റൊരു കാര്യം, അന്നത്തെ ഈ സംഭവത്തെക്കുറിച്ച് കുടുംബം ഓർത്തെടുക്കുന്നുണ്ട്. വളരെ സൗമ്യമായ പെരുമാറ്റത്തോടെയാണ് ഈ സംഭവ ദിവസം വൈകിട്ട് യാസിർ ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നത്, ഷിബിലയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഈ ഷിബിലയുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ യാസിർ തിരികെ നൽകുന്നുണ്ട്. പെട്ടെന്നാണ് ഇയാൾ പ്രകോപിതനാകുന്നത്. ആദ്യം അമ്മയെ അമ്മയുടെ ദേഹത്തേക്ക് കത്തി ഉപയോഗിച്ച് കുത്തി. തുടർന്ന് അമ്മയെ തള്ളിയിട്ടുകൊണ്ട് ഷിബിലയുടെ ശരീരത്തിൽ 2 കത്തികൾ ഉപയോഗിച്ചാണ് യാസിർ ആക്രമണം നടത്തിയത്. അത് വളരെ വേദനയോടുകൂടി ഈ ഷിബിലയുടെ ഉമ്മ ഓർത്തെടുക്കുന്നുണ്ട്. കഴുത്തിനാണ് 2 കുത്തുകൾ, ഈ ഷിബിലയുടെ ശരീരത്തിൽ 2 കുത്തുകൾ ഇയാൾ ചെയ്യുന്നത്. അതായത് കഴുത്തിന് ആഞ്ഞു കുത്തുകയാണ്. തടയാൻ വന്ന പിതാവിനെയും യാസിർ ആക്രമിക്കുന്നു. അങ്ങനെയാണ് ഷിബില കൊല്ലപ്പെടുന്നതും ഗുരുതരാവസ്ഥയിൽ മറ്റ് 2 പേർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്യുന്നത്. ഏതായാലും കുടുംബം വളരെ ശക്തമായി തന്നെ പോലീസിൻ്റെ ഈ ഒരു കൃത്യമായ രീതിയിൽ നടപടിയെടുക്കാത്തതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഒരുപക്ഷെ മേലുദ്യോഗസ്ഥർക്കൊക്കെ പരാതി നൽകാനുള്ളൊരു നീക്കത്തിലേക്കും കൂടി അടുത്ത ദിവസം തന്നെ ഈ കുടുംബം കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.